സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ലുലു മാളിലായിരിക്കും, ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഞങ്ങൾ ഭയങ്കര പടമല്ല ഔട്ട്ഫിറ്റ് പുറത്തൊന്ന് പറയുമോ? നീലക്കുയിലാണ് കിടക്കുന്ന ലുലു മാൾ പാർക്കിംഗ്. സ്വപ്നം കാണുന്ന പോലെ ഉണ്ട്, ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അടുക്കള കാണാൻ പോവാണ്. കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്കറിയാം ഞങ്ങളുടെ കസിൻ്റെ വെഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസപ്ഷൻ വേണ്ടി ഞങ്ങൾ പോവാണ് പാലക്കാടേക്ക്. മണവാട്ടിയുടെ വീട്ടിലെത്തി മണവാട്ടി മണത്തിട്ട് ആട്ടാതിരിക്കാൻ കുളിച്ചിട്ടുണ്ട്. നല്ല കനമുണ്ടല്ലോ മോളെ. സോ ഗൈസ്, നമ്മൾ ക്രൗൺ പ്ലാസയിൽ സ്റ്റേക്കേഷന് വേണ്ടി പോവുകയാണ്. മറ്റന്നാൾ നമ്മൾ തിരിച്ചു പോകും. അതിനു മുന്നേ ഫ്രണ്ട്സായിട്ട് ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗെദർ. ത്രികോണമെത്തി ഗൈസ്, നമ്മൾ ക്രൗൺ പ്ലാസ എത്തി. റൂം ചെക്ക് ഇൻ ചെയ്തുള്ളൂ. ആകെ കുറച്ച് ദിവസം ഹോളിഡേ ഉണ്ടായുള്ളൂ. അതിലെല്ലാ ഡേയ്സൊന്നും എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. പ്രോപ്പറായിട്ട് വ്ളോഗ് ചെയ്യാൻ തന്നെ പറ്റിയില്ലെന്ന് പറയാം. എനിക്ക് ഒന്നും മിസ് ഔട്ട് ചെയ്യണ്ടെന്ന് തോന്നി. വാസ് അൺഎക്സ്പെക്റ്റഡ്. അവരെല്ലാവരും കൂടെ ഒരു കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായി ഒരു സർപ്രൈസ് തരാൻ വേണ്ടി. ഇന്നലെ ക്രൗൺ പ്ലാസയിൽ ഫ്രണ്ട്സൊക്കെ ഇട്ടടിച്ച് വിളിച്ചു. ചെക്കൗട്ട് ടൈം ഏകദേശം 11 hour-ആയി. നാളെ നമ്മൾ ഫ്ലൈറ്റ് കയറും. വിച്ച് ഈസ് സാഡ് അല്ലേടാ? നൈസ് വ്യൂ ആയിരുന്നു. ഇന്നും മഴയൊന്നുമില്ലല്ലേ? അടിപൊളി ഡേ. ഇത്രയും ദിവസം ഫുൾ മഴയായിരുന്നു. അപ്പം നമുക്കിനി വീട്ടിൽ പോവാം. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി. നല്ല അടിപൊളി ലഞ്ചൊക്കെ കഴിച്ചിട്ട് നേരെ വിട്ടത് രാഹുലിൻ്റെ മുടി വെട്ടാനായിട്ടാണ്. എന്തൊക്കെയാ സ്പെഷ്യൽ? പോർക്ക്, ബീഫ്, ചിക്കൻ, മാങ്ങാക്കറി, സാലഡ്. മുടിയൊക്കെ പറ്റിയ സ്റ്റൈലായാലും എങ്ങനെയുണ്ട് പോലെ ഫുഡൊക്കെ? ചോറ് കാണുന്നില്ലല്ലോ. ഫുഡ് എങ്ങനെയുണ്ട്? തിരിച്ച് പറഞ്ഞു വിടട്ടെ ഗായ്സ്. തിരിച്ച് പോവാൻ ടൈമായി ഗായ്സ്. എല്ലാത്തിനും പറഞ്ഞു വിടട്ടെ. പോയി ജോലിയൊക്കെ ചെയ്യും. ഗൈസ്, ഇറ്റ്സ് ടൈം. തിരിച്ചു പോവാൻ സമയമായി. എയർപോർട്ടിലിരിക്കുകയാണ്. തിരിച്ചു പോവാണ് ഗൈസ്. ഞങ്ങളങ്ങനെ കഴിക്കാൻ വേണ്ടി ഓഷൻ പ്ലസ് ഈ 2 സാധനത്തിൻ്റെ പൈസ. ലണ്ടനിലേക്ക് തിരിച്ചു പറക്കുവാണ്. കറക്റ്റ് സമയത്ത് ഫോൺ ഓഫ് ആയിക്കോട്ടെ. ഞങ്ങൾ
എങ്ങനെ സാധിക്കാനാ? ഞങ്ങൾ മൾട്ടിപ്ലെയർ കളിച്ചുകൊണ്ടിരിക്കും. ശ്രുതി തോറ്റു. ഞാൻ ജയിക്കും. സോ നമ്മൾ നേരത്തെ പോലെ തന്നെ ഇന്നും ലണ്ടനിൽ നൈറ്റ് സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ. കാരണം നമുക്ക് രാവിലെയാണ് സ്കോട്ട്ലാൻഡിലേക്കുള്ള ഫ്ലൈറ്റ്. ഹോട്ടലെത്തി ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾക്ക് അവരൊരു കോംപ്ലിമെൻ്ററി കോക്ടെയിൽ വന്നിട്ടുണ്ടായി, വിച്ച് വാസ് റിയലി ഗുഡ്. ഗൈസ്, ഇതാണ് നമ്മൾ ലണ്ടനിൽ സ്റ്റേ ചെയ്യുന്ന റൂം. ഈ ഹോട്ടൽ ആക്ച്വലി മാരിയറ്റിൻ്റെ ഹോട്ടലാണ്. ലോക്സി ഹോട്ടൽസ്. വെൽക്കം രാഹുൽ സുജ. ഒരു ഡീസൻറ്റ് റൂം. ടയേർഡായി, ഭയങ്കര ടയേർഡായി. ഉറങ്ങിയാൽ മതി, പക്ഷെ ഫുഡ് കഴിക്കണം. KFC ആണ് ഗൈസ് ഡിന്നറായിട്ട് മേടിച്ചത്. ലണ്ടൻ റൂമിന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ലണ്ടൻ ടു സ്കോട്ട്ലാൻഡ് ഫ്ലൈറ്റ് കയറാൻ പോകും. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് ടു റിയാലിറ്റിയിലേക്ക് പോവാം. അത്ര വലിയ സന്തോഷമൊന്നുമില്ല, എന്നാലും ഇതല്ലേ ജീവിതം. അല്ല, ഓക്കെ ഗൈസ്. തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. മെർസിഡീസ് കാണുന്നതാണ് നമ്മൾ ഇന്നത്തെ റൈഡ് എയർപോർട്ടിലേക്കുള്ളത്. സെസ്കി. Let's go home. ഒരു 10 മിനിറ്റായിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ പറഞ്ഞു ഭയങ്കര ടർബുലൻസ്, ഡേഞ്ചറാണ്, പാരച്യൂട്ട് ഇട്ട് ഇറങ്ങേണ്ടി വരും ചിലപ്പോൾ. ഞങ്ങൾ സേഫ്റ്റി സാധനമൊക്കെ നോക്കി നോക്ക് ഏത് വഴി കൂടെ ഇറങ്ങണോ. അങ്ങനെ സ്കോട്ട്ലാൻഡിൽ തിരിച്ചെത്തി. എല്ലാം ഉറങ്ങി എണീറ്റൊരു സ്വപ്നം പോലും ഉണ്ട്. ദേ പോയി ഇതാ വന്നു. എന്തായാലും ഇവിടുത്തെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ലതാണ്, സണ്ണി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ശരി ഗൈസ്.